എല്ലാറ്റിനും ഒരു അവസാനം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമി മാറും, ഭൂതലം മാറും, സകലത അവസാനിക്കും. യേശുവിൻ്റെ വരവ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തുണ്ടായിരിക്കണം? നമുക്കൊരു ബോധമുണ്ടായിരിക്കണം. ദൈവ പൈതലേ, ഇന്ന് എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും പോയാൽ പോരാ. എങ്ങനെയെങ്കിലും ജീവിച്ച് തള്ളി നീക്കിയാൽ പോരാ. എങ്ങനെയെങ്കിലും ആയി പോയാ ഇന്ന് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. ഇന്ന് ഹല്ലാറ്റിന് അവസാന സമയം ഇരിക്കുമ്പോൾ ആകയാൽ വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എന്തുണ്ടായിരിക്കണം? സുബോധം. പ്രാർത്ഥനയ്ക്ക് സുബോധമുണ്ടായിരിക്കണം. ഇന്ന് ബോധമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കരുത്, ബോധം കെട്ട അവസ്ഥയിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് ബോധമുള്ളവരായിരിക്കണം. ഞാൻ അപ്പൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്, എനിക്കൊരു ബോധമുണ്ടായിരിക്കണം, ഒരറിവുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, കരമടിക്കേണ്ട സമയത്ത് കരമടിപ്പിക്കണം, പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു ബോധത്തെക്കുറിച്ച് ആമേ പറയുമ്പോൾ തന്നെ നിർമ്മലരായിരിപ്പൻ. ഹല്ലേലൂയ. നിങ്ങൾ നിർമ്മലരായിരിപ്പൻ, നിഷ്കളങ്ക ഹൃദയത്തോടെ ആമേ ആയിരിക്കണം, നിർമ്മലരായിരിക്കാൻ. ഇന്ന് വചനം പറയുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലെ ദൈവ പൈതലേ, നീ നിർമ്മലായിരിക്കും. നിന്റെ ഹൃദയത്തെ ഒന്ന് കഠിനമാകരുത്. ആമേ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. ഇന്ന് ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കണം. ആമേ ഒരു മസിലും പിടിക്കാൻ പാടില്ല. ഇന്നലത്തെ കുറിച്ച് ചിന്തിക്കരുത്, മുറിവുകൾ പാടില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊരു ആത്മഭാരത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. ഇന്ന് മനസ്സിന്റെ ചിന്തകളെ മാറക്കണം. ഹല്ലേലൂയ. മനസ്സിന്റെ ഭാരങ്ങളെ മാറ്റണം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ ഭാരങ്ങൾ ഞാൻ വഹിക്കാം. നിങ്ങൾ എൻ്റെ മേൽ ഇടുവാനാണ് യേശു പറഞ്ഞത്. ഇന്ന് വേദനയുടെ നടുവിലിരിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, മുറിവേറ്റവർ, നിങ്ങളുടെ ഏത് പ്രശ്നത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. അതാ പ്രാപിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാപിച്ച്, നമ്മൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം. ഹല്ലേലൂയ. അതിനൊരു നമുക്ക് നിശ്ചയമുണ്ടായിരിക്കണം. ഇന്ന് ഹല്ലേലൂയ നമ്മൾ ബോധമില്ലാതെ പോയി എങ്ങനെയായിരിക്കും? നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിവുണ്ടായിരിക്കണം. നമുക്ക് അറിവുണ്ടായിരിക്കണം, ദൈവത്തെക്കുറിച്ച് അറിവുണ്ടാണ്, യേശുവിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിച്ചു 4 നേരവും അപ്പം ആഗ്രഹിക്കുന്ന അപ്പുറമായി നല്ല കുഴച്ച് ഉരുട്ടി ആമേ നല്ലപോലെ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് വന്നു. അപ്പൻ്റെ എന്നൊക്കെ പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിച്ചിട്ട് എനിക്ക് ദൂരെ പോയാൽ ഞാൻ രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ചിന്ത. ഹല്ലേലൂയ. ഈ അപ്പൻ്റെ വകയിലെന്തൊരു വിറ്റു ആമേ കയ്യിലെടുത്തു, അവൻ വിദൂരത്തിൽ പോയി അവൻ നാനാവിധമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. പണമുള്ള സമയത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അനാവശ്യമായ ചെലവുകളൊന്നും വരുത്തി വെക്കരുത്. ആമേ ഹല്ലേലൂയ. ചെലവാക്കാൻ കപ്പാസിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് ഹല്ലേലൂയ അത് നമുക്ക് നിലനിർത്തണം. ആവശ്യത്തിന് എല്ലാം വേണം കർത്താവ്, ആവശ്യത്തിനെല്ലാം വേണം. അനാവശ്യമായി ചെലവാക്കരുത്. നമുക്കൊരു നന്മ എടുത്ത് ചെലവാക്കിയാലും അടുത്ത് നമുക്കൊരു വരുമാനം വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവം ഒരു നന്മ തരുമ്പോൾ അതിനെ ഒരിക്കലും നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. എന്നാൽ അപ്പൻ്റെ വകയെ ആമേ വിറ്റിട്ട് നാനാവിധമാക്കി കളഞ്ഞാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എൻ്റെ മാട്രിബ്യൂഷൻ താഴോട്ടാണ്, സുബോധത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ നാനാവിധമാക്കി കളഞ്ഞപ്പോൾ അതിന് വില കൊടുത്തില്ല, അപ്പൻ്റെ അനുഗ്രഹത്തിന് വില കൊടുത്തില്ല. ഇന്നത്തെ മക്കളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും കൊടുക്കുന്ന നന്മയെ ഒരിക്കലും വില കൊടുക്കാറില്ല. അപ്പൻ കഷ്ടപ്പെട്ട് കൊണ്ടായിക്കൊണ്ട് വരുമ്പോൾ അമ്മ വേവിച്ച് കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് അപ്പൻ വേവിച്ച് കൊടുത്ത് അപ്പൻ കഷ്ടപ്പെട്ടില്ല, അമ്മ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാലും ഇന്ന് വേവിച്ച് വയ്ക്കുമ്പോൾ എടുത്ത് ഒരു വലിച്ച് ഒറ്റ എറിയാണ്. ഹല്ലേലൂയ. ഇന്ന് പല പ്രശ്നങ്ങളാണ്. ആഹാരത്തിനോടൊക്കെ പലപ്പോൾ അതിന് നിസ്സാരമായി കാണാറുണ്ട്. എന്നാൽ അപ്പൻ്റെ വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കണക്ക് പറയാറില്ല, എങ്ങനെയാണ് എന്താണെന്ന്. അപ്പൻ എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ വരണമെന്നും ചിന്തിക്കാറില്ല. നമ്മളെ ഫ്രണ്ടിൽ വരുന്നു, നമ്മൾ കഴിക്കുന്നു, നമ്മൾ പോകുന്നു, ഉറങ്ങുന്നു, എഴിക്കുന്നു. എന്നാൽ വില വരണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്താവണം. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ട് അപ്പനെ അമ്മയൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്താകുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ മനസ്സിലാവും, അയ്യോ ഒരു കട്ടൻ ചായ ഇട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മറ്റൊരു സമയത്തിന് 4 മണിക്കും 5 മണിക്കൊക്കെ ഇതാ ചായ, എല്ലാ കട്ടൻ ചായ കൃത്യമായിട്ട് കിട്ടും. പക്ഷെ എല്ലാവരെയും മാറ്റി നിർത്തുമ്പോൾ ഒന്ന് അകന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു ഒറ്റപ്പെടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് മനസ്സിലാക്കും അതിന് വിലയുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ മകൻ നോക്കുന്നുണ്ടെങ്കിൽ അവൻ നാനാവിധമാക്കി കളഞ്ഞു. അവൻ്റെ കയ്യിലെ നന്മയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൻ നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെടുത്തിയതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സുബോധമുണ്ടായിരിക്കണം. നിന്റെ അനുഗ്രഹത്തെ സുബോധമുണ്ടായിരിക്കണം. ഒരു കയ്യിലൊരു നന്മ വരുമ്പോൾ നിനക്ക് സുബോധമുണ്ടായിരിക്കണം. പാഴ്ചെലവ് ഈ വചനത്തിൻ്റെ ആഴങ്ങളിലോട്ട് പോകണം. ചുമ്മാ എടുത്ത്
ആവശ്യമില്ലാത്തടുത്ത് ചെലവാക്കരുത്. ചെലവാക്കേണ്ട അടുത്ത് മാത്രമേ ചെലവാക്കാവൂ. ഹല്ലേലൂയ. അല്ലാത്തടുത്ത് ചെലവാക്കരുത്. എവിടെ മിച്ചം പിടിക്കാൻ പറ്റുമോ അവിടെ മിച്ചം പിടിക്കണം. അവിടെ ചെലവാക്കാനുള്ളിടത്ത് ചെലവാക്കുകയും വേണം. ഹല്ലേലൂയ. അതിന് ബോധമുണ്ടായിരിക്കണം. ഇവിടെ ബോധം കെട്ട അവസ്ഥയിലെ ഹല്ലേലൂയ അവൻ്റെ സകല നന്മയും അപ്പൻ്റെ നന്മകളെ നാനാവിധമാക്കി കളയുന്ന ബൈബിൾ പറയുമ്പോൾ ഹല്ലേലൂയ. എന്നാൽ അവസാനം അവന് ഒരു വലിയൊരു അവിടുത്തെ വലിയൊരു ഹല്ലേലൂയ ഒരു ധനികൻ്റെ അടുത്ത് പോയി. എന്നാൽ കൊടുത്ത ജോലി എന്ന് പറയുമ്പോൾ ഒരു പന്നി മേയ്ക്കുവാനാണ്. എന്നാൽ വിശപ്പ് കൊണ്ട് അവൻ പട്ടിണിയായി. എന്നാൽ അവന് ശരിക്കും ഭക്ഷണമില്ലായിരുന്നു. ആ ഭക്ഷണമില്ലാത്ത സമയത്താണ് 16-ാമത്തെ വാക്യത്തെ പറഞ്ഞു, പന്നിക്ക് കൊടുക്കാൻ ശ്രമിച്ച വാളര പോലും അവന് കിട്ടിയില്ല. ഏറ്റവും മോശമായി പന്നി കഴിക്കുന്ന, മനസ്സിലാക്കണം, പന്നി കഴിക്കുന്ന ആഹാരം ഏറ്റവും മോശമായ ആഹാരമാണ്. ഈ പന്നി എന്ന് പറയുന്നത് നല്ലതും തിന്നും മോശവും തിന്നും എല്ലാം തിന്നും. എന്നാൽ പന്നിക്ക് കൊടുക്കുവാൻ വളരെ തിന്നുവാൻ മേൽ. എന്നാൽ ഇത് നോക്കാം, അതുവരെ തിന്നാൻ ആഗ്രഹിച്ചു, ആ പന്നി കൊടുത്തില്ല. ഹല്ലേലൂയ. അവൻ അതുപോലെ കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോ 17-ാമത്തെ വാക്യം പറയുന്നു, അവന് സുബോധം വന്നു. അതുവരെയും ബോധമില്ലേ ദൈവ പൈതലേ? ഞാൻ ചോദിക്കുന്നത്, അവന് ബോധമില്ലേ? ബോധമില്ലായിരുന്നു. കാര്യം അവൻ്റെ കയ്യിൽ 10 പണം ഉള്ള സമയത്ത് അവന് ബോധമില്ല. ഇന്ന് ലോകം കടന്നു പോകുന്ന അങ്ങനെയാണ്. ഒരു അനുഗ്രഹമുള്ളപ്പോൾ, ഒരു നന്മയുള്ളപ്പോൾ ബോധമില്ല. നഷ്ടപ്പെടുന്ന ഈ വചനം കേൾക്കുന്ന, ചാനലിലൂടെ കേൾക്കുന്ന വിളിച്ചു പറയുന്നു, ഇന്ന് ബോധം പോയൊരു കൂട്ടത്തിലോട്ട് പോകാതെ ദൈവം നിനക്കൊരു അനുഗ്രഹം തരുമ്പോ അതിനെ പിടിച്ചു നിർത്തി നിലനിർത്തുക. എന്നാൽ അവന് ബോധം വന്ന സമയത്ത് അവൻ പറയാണ് അവൻ ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ മടങ്ങി വരും. ഇന്ന് ആരെങ്കിലും വീണുപോയി, ആത്മീയയിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, പാപത്തിൽ വീണുപോയവരോട് ഞാൻ പറയാ, ഒന്നല്ലെങ്കിൽ ഒന്നിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, നീ എവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവനെ വിളിച്ച് പറയുന്നുണ്ട്. നീ എവിടെയെങ്കിലും പാപത്തിൽ അകപ്പെട്ടു പോയാ, ഇന്ന് മുടിയനായ പുത്രന് മാത്രമല്ല, നീ ഏതെങ്കിലും പാപത്തിൽ അകപ്പെട്ടു പോയാ, നിന്റെ പാപത്തെ ഉപേക്ഷിച്ച് നീ മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. നിനക്ക് സുബോധമുണ്ടായിരിക്കണം. ഈ സുബോധം നഷ്ടപ്പെടാത്ത നീ സൂക്ഷിക്കണം. നിന്റെ അനുഗ്രഹത്തെ നീ നിലനിർത്തണം കുഞ്ഞേ. ഹല്ലേലൂയ. എന്നാൽ ഈ ബോധമെന്ന സമയത്ത് ഈ മകൻ പറഞ്ഞു, ഞാൻ അപ്പൻ്റെ വീട്ടിൽ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ബോധമില്ലാത്ത സമയം വരെയും അവൻ വേറെ രീതിയിൽ പന്നിക്കൊടുത്ത് വളരെ കഴിച്ചിരുന്നെങ്കിൽ അവൻ പറയുമായിരുന്നു, പോണ്ട, ഇവിടെ തന്നെ നല്ല സുഖമായിരുന്നു, ഇത് തന്നെ കൊള്ളാം, ഇതും കഴിച്ച് ഇവിടെ തന്നെ പന്നീരെ കൂട്ടത്തിൽ ജീവിക്കാമായിരുന്നു. പക്ഷെ അത് കൊടുക്കാത്തത് കൊണ്ട്, വിശപ്പ് കൊണ്ട് വയറ് ഇങ്ങനെ കത്തിക്കയറുകയാണ്. എന്നാൽ വിശപ്പ് കൊണ്ട് ഇതുപോലും കിട്ടാത്തത് കൊണ്ട് ഞാനൊരു മടങ്ങി വരവ്. ചില അനുഗ്രഹത്തെ ബ്രേക്ക് ആവുകയാണ്. ഇന്ന് ചില അനുഗ്രഹത്തെ എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നതിനെ പറ, നിന്റെ മാനസാന്തരത്തിന് സമയമായി, നിന്റെ മടങ്ങി വരവിന് സമയമായി. എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ, അനുഗ്രഹത്തിന് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ദൂത് വിളിച്ചു പറയുകയാണ്, ഇന്ന് നിന്റെ മാനസാന്തര സമയമായി. അപ്പന്റെ സന്നിധിയിലെ അനുഗ്രഹപ്പെട്ട ജോലിയാണ്. ഒരു കാരണവശാലും അത് വിട്ട് മാറാൻ പാടില്ല. 1 തെസ്സലോനിക്കർ 5:6-8 പറയുന്നു, അതിന്റെ വാക്യം 6 പറയുന്നു, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുകയും വേണം. ഉറങ്ങാനൊരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് ഉറങ്ങണം. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം. അതാ വചനം പറയുന്നത്, നിങ്ങൾ ഉണർന്നും സുബോധത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. ഇന്ന് രാത്രി മാത്രമല്ല, പകലും മദ്യപിക്കുന്നു. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുമ്പോൾ ഹല്ലേലൂയ മദ്യപിക്കുന്ന രാത്രിയാണ് സൗകര്യം. അത് ഇരുട്ടുണ്ടല്ലോ, എവിടെയാണെന്ന് വേണമെങ്കിലും മദ്യപിക്കാം. കൂടുതൽ മദ്യപിക്കുന്നത് രാത്രിയിലാണ്. ഹല്ലേലൂയ. അവന് ബോധമില്ല. 5:8 പറയുന്ന, നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസം, സ്നേഹം എന്ന കവചം ശിരസാ വസ്ത്രമായ രക്ഷയുടെ പ്രത്യാശ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നാമോ പകലിലുള്ളവരാകയാൽ, നമ്മൾ പകലെന്ന് പറഞ്ഞാൽ ആരാ? വെളിച്ചത്തിലുള്ളവരാണ്. വെളിച്ചം ആരാണ്?
ക്രിസ്തുവാണ്. നമ്മൾ ക്രിസ്തു എന്നാണ്, യേശുവിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ, ആമേ. നമ്മൾ ആരാ? പകലുള്ളവരാകിയാൽ വിശ്വാസം, നിനക്ക് വിശ്വാസം, സ്നേഹം എന്ന കവചം ശിരസാ വസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയെ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. നീ ഇതൊക്കെ ആയിരിക്കുമ്പോൾ നിനക്ക് ഒരു ഗ്ലാസ് വീട്ടിൽ തരും സൗജന്യമായിട്ട്. ഇത് കാണാതെ കുടിച്ചിട്ട് 2 മുട്ടായിയും ചവച്ച് ആമേ ഹല്ലേലൂയ, അതിനെക്കാട്ടി ഏലക്കായും ചവച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആമേ നിങ്ങൾ വിചാരിക്കും നമ്മൾ മണ്ടന്മാരും അവർ മിടുക്കന്മാരും എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഹല്ലേലൂയ, ഇത് തെറ്റാണ്. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ. നീ എന്താ ധരിക്കേണ്ടത്? കവചവും ശിരസാ വസ്ത്രവും രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധത്തോടെ ആയിരിക്കണം. ഇന്ന് കുടിയന്മാരുടെ ഇടയിലൊക്കെയാണ് ജീവിക്കുന്നത് അല്ലേ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഈ ലോകത്തിന്റെ പാപത്തിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് സുബോധമുണ്ടായിരിക്കണം. കൂട്ടത്തിൽ ചെന്നിരിക്കാൻ പറയും, എടി വാ, നീ 1 ഗ്ലാസ് ബിയർ അടിച്ചിട്ട് പോ. ആരും കാണൂലടി, പാർഷർ കാണൂലടി, സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ രക്ഷാവസ്ത്രം കവചവും രക്ഷാവസ്ത്രം രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധത്തോടെ ആയിരിക്കണം. നിങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾക്ക് വേണ്ടി വിളമ്പുമ്പോൾ നീ മനസ്സിലാക്കണം, അത് നിന്റെ രക്ഷാവസ്ത്രം നഷ്ടപ്പെടുകയാണ്. സൗജന്യമായിട്ട് വീട്ടിൽ തന്നാലും, നിനക്ക് സൗജന്യമായിട്ട് വാ തുറന്ന് വീട്ടിൽ തന്നാലും ആമേ ഹല്ലേലൂയ, നീ വാ തുറക്കരുത്. നിന്റെ അകത്ത് വ്യാപരിക്കേണ്ട പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കണം. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു മാറ്റം വരണമെങ്കിൽ, വിടുതൽ വരണമെങ്കിൽ നീ സുബോധം. ഈ ലോകത്തിന്റെ മധ്യത്തിലും മയക്കുമരുന്നിലേക്ക് നീ അകപ്പെടരുത്. പാപത്തിലോട്ട് അകപ്പെടരുത്, അകപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, സുബോധത്തോടായിരിക്കുക. ആമേ, പ്രൈസ് അല്ലാഹ്. ലൂക്കോസ് സുവിശേഷം 22:16 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ ഉറങ്ങുന്ന എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ. രാത്രിയുടെ സമയത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാന് ആമേ മലയുടെ മണ്ടയിൽ കൊണ്ടുപോയി സ്വർഗത്തിലെ ദൈവം ആമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോയ സമയത്ത് അല്പം മാറി ദൈവം അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഉറങ്ങുന്നത് കണ്ടു. ദൈവമക്കളെ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുകയും വേണം. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മുഴുരാത്രി പ്രാർത്ഥന എത്ര പേർക്കുണ്ട്? ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മുഴുരാത്രി പ്രാർത്ഥന, അർദ്ധരാത്രിയുടെ പ്രാർത്ഥന, 12 മണി to 1 മണി വരെ പ്രാർത്ഥന. നിങ്ങൾ ശീലിക്കണം. ഹല്ലേലൂയ. എത്ര ഉറക്കമുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം, പ്രാർത്ഥിച്ചില്ല എങ്കിൽ തിരുവചനം പറയുന്നു, നീ പരീക്ഷയിൽ അകപ്പെടും. അന്ന് രാത്രി കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഉറങ്ങും. നേരം വെളുക്കുമ്പോൾ ഒരു പരീക്ഷയായിരിക്കും. കാര്യം, ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ പരീക്ഷകൾ വന്നു. അതിന് പരീക്ഷയെ പൊളിക്കുന്നതാണ് പ്രാർത്ഥന, പരീക്ഷയെ പൊട്ടിക്കുന്നതാണ് പ്രാർത്ഥന. നിങ്ങൾ സുബോധത്തോടെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. അതിനെന്തുണ്ടായിരിക്കണം? സുബോധമുണ്ടായിരിക്കണം. അല്ല ബോധം കെട്ടതെ പോലെ തിന്നും കൊണ്ട് ആമേ നല്ല വയറും നല്ല ശ്വാസം വിട്ട് മാക്സിമം ചാക്കിനകത്ത് കുത്തി ഇറക്കുന്നത് പോലെ അങ്ങ് കുത്തി ഇറക്കി വയറും വേപ്പിച്ച് കണ്ണടച്ച് കിടക്കരുത്. കല്ലില്ല, ഒരു ലിമിറ്റ് ഇട്ടേ കഴിക്കാവൂ. എത്ര ഫുഡായാലും, എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഇട്ട് പ്രാർത്ഥനയെ ബന്ധിക്കരുത്. അതൊക്കെ ഒരു കാര്യമുണ്ട്. ഫുഡൊക്കെ നല്ല ബിരിയാണിയും പിന്നെ വല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറച്ചിയും മട്ടനും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിക്കോട്ടെ, അത് കണ്ടു കഴിഞ്ഞാൽ അത് മൂക്കോളം വരുന്നവരെ കഴിക്കരുത്. ഒരര ഭാഗങ്ങൾ ഏറെടുക്കാൻ വേണ്ടി വിടണം, ഏറെടുക്കാൻ. അല്ലെങ്കിൽ വല്ല ശ്വാസം ഒന്നും എടുക്കാതെ നടക്കുന്ന, എനിക്ക് ശ്വാസം മുട്ടലാണെന്ന് വിളിക്കും. ഇത് വിളിക്കരുത്. ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് എന്ന് വെച്ചാൽ ഒരു ദഹനം നടക്കണം. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ. ഒരു ദഹനം നടക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എത്ര സൗജന്യമായാലും കല്യാണ വീട്ടിലായാലും എവിടെ പോയാലും എന്തായാലും നമുക്കൊരു ലിമിറ്റഡ് ഉണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ട് ലിമിറ്റ്. നിന്റെ മേശപ്പുറത്ത് വരുമ്പോൾ പറയണം, ഇത് പ്രാർത്ഥിക്കുന്ന പൈതലാണ്. ഹല്ലേലൂയ. നിന്റെ മേശ കണ്ട് അവർ വിധി എഴുതണം. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ. അല്ലാതെ പക്ഷെ നമ്മൾ ഭക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് രാത്രിയിൽ കിടന്ന ഉറക്കവും ഭക്ഷണത്തിൻ്റെ ഭാരവും ആഹാരത്തെ എല്ലാം കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ക്ഷീണം കൂടും, ഉറക്കം കൂടും. നമ്മൾ ഉറങ്ങും, നേരം വെളുക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെടും.
ഇത്രേ സംഭവമുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവം, വേറെ ഒന്നും സംഭവിക്കാനില്ല. ഉറങ്ങിയാൽ എന്താണ് കുഴപ്പം? ഒന്നും സംഭവിക്കാനില്ല. നാളെ നമ്മൾ ഡീല് ചെയ്യേണ്ട, പ്രഭാതത്തിൽ ഡീല് ചെയ്യേണ്ടത് ആമേ ഹല്ലേലൂയ പിറ്റേന്ന് തലകുനി. ആമേ നമുക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ, പിറ്റേന്നൊരു പരീക്ഷ ഉണ്ടെങ്കിൽ അറിയാം എവിടെ നമുക്ക് പ്രാർത്ഥിക്കണം, എവിടെ തുടങ്ങണം, എവിടെ തുടങ്ങണ്ടെന്ന്. നമുക്ക് നിൽക്കുന്നവർ എവിടെ കൂടെയാണ് പരീക്ഷയായിട്ട് വരുമ്പോൾ അവിടെ ജയിക്കണമെങ്കിൽ നമ്മൾ ഉണർന്ന് സുബോധത്തോടെ പ്രാർത്ഥിക്കണം. അതാ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ. കിടന്നും കൊണ്ടുള്ള പ്രാർത്ഥന. ചിലർ പാസ്റ്റേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ കിടന്നും കൊണ്ട് പ്രാർത്ഥിച്ചു. ബൈബിൾ പറയുന്നു എഴുന്നേൽക്കുവാൻ. സിസ്റ്ററെ, ബ്രദറെ, എഴുന്നേൽക്കണം. ലൂക്കോസ് സുവിശേഷം 22:46 പറയുന്നു നീ കിടന്നും കൊണ്ട് സ്വോത്രം. പിന്നെ പോയി. ഹല്ലേലൂയ. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം സുബോധമുണ്ടായിരിക്കണം. ആമേ ആമേ ഹല്ലേലൂയ. തിത്തോസിന്റെ ലേഖനം 2:12. തിത്തോസ് 2:12 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിൽ പ്രത്യാശ ആയിട്ടും നാം ആമേ ഭാഗ്യപരമായി പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യാശയായിട്ട് 1 പത്രോസിന്റെ 5:8 വാക്യം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. നോക്കിക്കോളാം. നമ്മൾ സുബോധത്തോടെ ഇരുന്നില്ല എങ്കിൽ തിരഞ്ഞു നടക്കുകയാണ്. എപ്പോഴാണ് അവന്റെ വാക്കകത്ത് വീണെന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ കറങ്ങി നടക്കുകയാണ്. നിങ്ങൾ നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പേൻ. ഉണർന്ന പ്രാർത്ഥന ഉണരാനാണ്. അല്ല രാത്രി ഇതും കേട്ടുകൊണ്ടിന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ പാസ്റ്റർ പറഞ്ഞു രാത്രി ഉറങ്ങരുതേന്ന്. അങ്ങനെയല്ല, പ്രാർത്ഥനയ്ക്ക് ഉണരാനാ പറയുന്നത്. ഉണർന്ന് പ്രാർത്ഥന ഉണർന്നിരിപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, അതാര്? നിങ്ങളുടെ പ്രതിയോഗി ഇരിക്കുന്ന നിങ്ങളുടെ ഭർത്താവല്ല. എൻ്റെ പ്രതിയോഗി എൻ്റെ പിശാച ഭർത്താവാണ് എന്ന് പറയും, എൻ്റെ ഭാര്യയാണെന്ന് പറയരുത്. പിശാച്. സിസ്റ്ററെ, വീട്ടിൽ പ്രയോജനമുണ്ട്? ഉണ്ട് പാസ്റ്ററെ. എപ്പോഴും കണ്ടാലും ചാട്ടം തന്നെ. വ്യാപരിക്കും. നമ്മൾ രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വായ കടയും. പ്രൈസ് ദി ലോർഡ്. പിശാച്, പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം പോലെ. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. വീഴുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞു നടക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടത്? നിന്റെ കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണം, നിന്റെ തലമുറ നീ ചേർത്ത് പിടിക്കണം, നിന്റെ ബന്ധുക്കളെ, ചേർച്ചക്കാരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ സകലവരെ യേശുവിന്റെ കരങ്ങൾ കൊടുക്കണം, പിശാച് തൊടാതിരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെ വിഴുങ്ങേണ്ടവർ ചുറ്റി നടക്കുന്നുണ്ട്. നമ്മൾ ഹല്ലേലൂയ അതിനെ നമ്മൾ ഹല്ലേലൂയ ചുറ്റി നടക്കുമ്പോൾ അവന്റെ വലയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മൾ വീണ്ടെടുക്കുവാൻ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. മാർക്കോസ് 14:37-38. പിന്നെ അവൻ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട് ശീമോനെ നീ ഉറങ്ങുന്നു, ഒരു നാഴിക പോലെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഇത്രയും മനസ്സിലാണ്. ആത്മാവ് ഒരുക്കമുള്ളത്, ആത്മാവിന് ഒരുക്കമുണ്ട്, ജഡം ബലഹീനയാണ്. നിങ്ങളുടെ ജഡം രോഗമാണ്, ക്ഷീണമാണ്, മെഡിസിൻ എടുക്കുന്നു, അതിന് ബലഹീനനാണ്. പക്ഷേ ആത്മാവ് ഒരുക്കമുണ്ടെങ്കിൽ ജഡത്തെ ജയിക്കണം. ഇന്ന് നമ്മൾ ആത്മാവിനെ ഒരുക്കത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ജഡത്തെ ജയിക്കണം. ദൈവ പൈതലേ, നിന്റെ ജഡത്തെ, നിന്റെ ശരീരത്തിന്റെ ജഡത്തിന്റെ ബന്ധനങ്ങൾ നീ പൊട്ടിക്കണം. ഈ പറയുമ്പോൾ തന്നെ ശരീരം ബലഹീനനാണ്. നിന്റെ ശരീരത്തെ ബലഹീനനാക്കുന്നതിന് ആത്മാവിന് ജയിക്കണം. നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്, നിന്റെ ശരീര രോഗത്തിന് വിട്ടുകൊടുക്കരുത്. നിന്റെ രോഗത്തിന് വിട്ടുകൊടുക്കാതെ നിന്റെ ശരീരത്തിന് നീ ബലത്തിൽ പിടിക്കണം, ആത്മാവിൽ പിടിക്കണം. നിന്റെ ശരീരം പറയും നീ രോഗിയാണെന്ന്, പക്ഷെ ആത്മാ പറയും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നൊരു യേശു എനിക്കുണ്ട്. നിന്റെ ശരീരത്തെ രോഗത്തിന് നീ വിട്ടുകൊടുക്കരുത്, രോഗത്തിന് വേണ്ടി അടിമയാക്കരുത്.
എന്നുവെച്ചാൽ സുബോധത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കുന്നത്. സുബോധത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോ പറ, യേശുവിനാൽ സൗഖ്യമാകും. ശരീരങ്ങൾ ബലഹീനാണെങ്കിൽ ആ ബന്ധനത്തെ പൊട്ടിക്കുന്ന ഒരു ദൈവം. അതാ പൗലോസ് പറഞ്ഞത്, എന്റെ ബലഹീനയിൽ തികഞ്ഞു വരുന്നൊരു യേശുവുണ്ട്. ഞാൻ ബലഹീനനാണെങ്കിൽ എന്നിൽ ഇറങ്ങുന്ന ഒരു യേശുവുണ്ട്. എനിക്ക് കഴിയത്തില്ല, എനിക്ക് ഒന്നിനും പറ്റത്തില്ല, പക്ഷെ എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തനായ ഒരു ദൈവമുണ്ട്. ശരീരങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ജയിക്കണം. നിങ്ങളുടെ ശരീരത്തിന് രോഗത്തിന് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ രോഗമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു രഹസ്യമുണ്ട് ശരീരത്തിൻ്റെ മേൽ. നിങ്ങളുടെ ശരീരത്തിന് രോഗമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സ്കാനിങ്ങിൽ കുറേ മുഴകളുണ്ട്, കുറേ അതുണ്ട്, ഇതുണ്ട്, കുപ്പിച്ചില്ല്, ഇതെല്ലാം ഉണ്ട്, പ്രശ്നമാണ്, പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയും. ഇത് എപ്പോഴും മനസ്സിൽ കിടന്ന് ഇങ്ങനെ തെവിട്ടയാണ്. ചെയ്യണം ചെയ്യണം ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് വേണം, ട്രീറ്റ്മെൻറ്റ് വേണം, ട്രീറ്റ്മെൻറ്റ് വേണം, അല്ലാതെ സൗഖ്യമില്ല, അല്ലാതെ സൗഖ്യമില്ല, മെഡിസിൻ കഴിക്കുക സൗഖ്യമില്ല. മെഡിസിൻ കഴിക്കില്ലെന്നല്ല, ഈ ചിന്താമണ്ഡലത്തെ നീ മാറ്റണം. എന്നിട്ട് പറ, എന്നിൽ എൻ്റെ അപ്പനിൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഒരു ഓപ്പറേഷൻ ചെയ്താലും പൂർണ്ണ സൗഖ്യം കിട്ടാറില്ല. പലരെയും വലിയ വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പേഷ്യൻ്റ് അടിച്ചു പോകാറുണ്ട്. കാര്യം ദൈവപ്രവൃത്തി അവിടെ നടക്കാത്തതുകൊണ്ടാണ്. ചെയ്യുന്ന ഡോക്ടർമാർ പറയും ദൈവം പ്രവർത്തിക്കട്ടെ. ഇന്ന് അതിനെക്കാട്ടി ഉപരിയായിട്ട് പറ, എൻ്റെ ഡോക്ടറായി വലിയവനായ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ ശക്തനാണ്. ഞാൻ മെഡിസിൻ കഴിക്കല്ലെന്നോ ഓപ്പറേഷൻ ചെയ്യല്ലെന്നല്ല പറയുന്നത്. ആ ശരീരത്തെ, നിന്റെ ശരീരത്തെ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നീ വിട്ടുകൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ കാര്യം അവിടെ ഇറങ്ങും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അതാ പറഞ്ഞത്, ജഡം ബലഹീനനാണെങ്കിലും ആത്മാവോ ഒരുക്കമുള്ളതാണ്. നമ്മുടെ ആത്മാവ് ഒരുങ്ങണം. നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഈ രോഗം വരുമ്പോൾ ചത്തുപോകും, അറമ്പറന്ന ചില വാക്കുകളുണ്ട്. ചത്തുപോയാ മതിയായിരുന്നു, പച്ചയ്ക്കാ പറയണത്. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാ മതി. ഇത് പറയരുത്, നെഗറ്റീവായ പറയരുത്. നീ ദൈവത്തെ അറിഞ്ഞ മകളാ, അല്ലെ മറിഞ്ഞ മകനാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി ഉണ്ട്, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്, നിന്റെ ഉപവാസത്തിന് മറുപടി ഉണ്ട്. നമ്മുടെ ശരീരം സ്ട്രോങ് ആണെങ്കിൽ ആ രോഗത്തെ ജയിക്കാൻ പറ്റും. എപ്പോഴും ശരീരം ഇരുന്നുകൊണ്ട് പറയും നീ രോഗിയാണ്, 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 രോഗിയാണ്. ഇത് മാറ്റിവെയ്, ഈ ചിന്ത മറക്കട്ടെ. ഞങ്ങൾ ഇന്ന് ശരീരത്തിന്റെ മേൽ കിടക്കുന്ന ആ രോഗത്തെ നിങ്ങൾ മറക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.